Watch India's largest kids library only on Jio Hotstar. Download the app now. എന്റെ മോട്ടു ഒന്ന് വാ, വീട് വൃത്തിയാക്കാം. ഒരുപാട് ദിവസമായില്ലേ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട്. അതൊക്കെ നാളെ ചെയ്യാം. എന്തിനാ ഇത്ര ധൃതി? മോട്ടു, നീ ഈ പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? നാളത്തേക്കുള്ളത് ഇന്ന് ചെയ്യണം, ഇന്നത്തേക്കുള്ളത് ഇപ്പൊ ചെയ്യണം. നാളെ എന്ന് പറഞ്ഞ് ഒരു ജോലിയും ബാക്കി വെക്കാൻ പാടില്ല. ഇന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ജോലി ഇന്ന് തന്നെ ചെയ്തു തീർക്കണം. സമയത്തിന്റെ വില മനസ്സിലാക്ക് മോട്ടു. ജീവിതത്തിൽ വലിയ ആളാവണമെങ്കിൽ സമയത്തിന്റെ വില ആദ്യം മനസ്സിലാക്ക്. അതേ പത്ലു, എനിക്കും ജീവിതത്തിൽ ഒരുപാട് ഉയരണം. ഞാനും സമയം എടുത്തോളാം. നീ ഒരു കാര്യം ചെയ്, നീ ഇന്ന് അടിച്ചു വാര്. ഞാൻ നാളത്തേക്കുള്ള ജോലികളൊക്കെ ചെയ്തിട്ട് വരാം. എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞത്. ഇത്രയും പെട്ടെന്ന് മോട്ട് മനസ്സിലാക്കുമെന്ന്. ഇതെന്താ പത്ലു, നാളെ കാലത്ത് സമൂസ കഴിക്കാനുള്ളതല്ലേ? ഞാൻ ഓർത്തു സമയം ലാഭിക്കാമെന്ന്. നാളത്തെ ജോലി ഇന്ന് തന്നെ ചെയ്തേക്കാം. മോട്ടു, എന്റെ മോട്ടു, നീ ഇതെവിടേക്കാ പോകുന്നേ? ചെയ്യാൻ വേണ്ടി പോവാ. നാളെ ചെയ്യാനുള്ളതല്ലേ, അത് ഇപ്പൊ തന്നെ ചെയ്ത് ഞാൻ സമയം ലാഭിക്കുമോ പത്ലു? നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യേണ്ടതും ഇപ്പം. ഓഹോ, ഞാനിപ്പോ ഇത് എന്താ ചെയ്യാ? ഐഡിയ. മോട്ടു, നാളെ നിനക്ക് ഉറങ്ങേണ്ടതല്ലേ? നീ അതിന് ഇന്ന് തന്നെ ഉറങ്ങിക്കോ. നിനക്ക് ഒരുപാട് സമയം ലാഭിക്കാം. നീ എന്തായാലും പെട്ടെന്ന് വലിയ ആളായി മാറും. അതെ, അത് ശരിയാ. ഞാനിത് ആലോചിച്ചു പോലുമില്ല. എന്നാ ശരി, വേഗം തന്നെ ഉറങ്ങിയേക്കാം. എന്റെ ബോക്സർ ചേട്ടാ, എന്തായി കാണിക്കുന്നേ? ഉരുളക്കിഴങ്ങ് പൊറോട്ട ഉണ്ടാക്കുക. ഉരുളക്കിഴങ്ങും പൊറോട്ടയോ? നിങ്ങൾ എന്തായി തമാശ പറയുന്ന ബോക്സർ ഏട്ടാ? നിങ്ങൾ കാറ് തുടച്ചോണ്ടിരിക്കുകയല്ലേ? അപ്പൊ അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? വെറുതെ എന്റെ സമയം മെനക്കെടുത്താതെ. ഞാൻ ഈ വണ്ടിയിൽ വലിയൊരു ലോങ് ഡ്രൈവിന് പോവുക. അതെ, സമയം ഞാനല്ല വേസ്റ്റ് ചെയ്യുന്നത് ബോക്സർ ഏട്ടാ, നിങ്ങൾ തന്നെയാണ്. നാളത്തേക്ക് നമ്മൾ ഒരു ജോലിയും ബാക്കി വെക്കാൻ പാടില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ? നാളത്തെ ജോലി ഇന്ന് ചെയ്യണം, ഇന്നത്തെ ജോലി ഇപ്പൊ തന്നെ ചെയ്യണം. അതായത് നാളത്തേക്കുള്ള ജോലിയൊക്കെ നാളത്തേക്ക് വെക്കാതെ ഇപ്പൊ തന്നെ ചെയ്യണം. മനസ്സിലായോ? എന്റെ ബോക്സർ ചേട്ടാ, ഇപ്പൊ ചെല്ല് ലോങ് ഡ്രൈവ്, എന്നിട്ട് സമയം ലാഭിക്കൂ. നീ എന്തായി കാണിച്ചത്? ഏയ്, ഇയാളിനി തിരിച്ചു വന്നാൽ നമുക്കിട്ട് നല്ല തല്ല് കിട്ടും. പത്ലു, തിരിച്ചു വരുന്നത് എന്തിനാ? തല്ലണമെങ്കിൽ ഇപ്പൊ തല്ലട്ടെ. ബോക്സർ ചേട്ടാ, ഇനി ഞങ്ങൾ തല്ലണമെന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ തല്ലിട്ട് പോ. ഒരു ജോലിയും നാളത്തേക്ക് മാറ്റി വയ്ക്കരുത്, കേട്ടോ? ഓഹോ, അപ്പൊ അതാണ് കാര്യം. എന്നാ ഇന്ന് തന്നെ നിനക്കുള്ളത് തന്നേക്കാം. നാളെ ഒരു പക്ഷെ നിങ്ങളെ കയ്യിൽ കിട്ടിയില്ലെങ്കിലോ? രക്ഷിക്കണേ. വേണ്ട. വേണ്ട. ഏയ്, നിങ്ങൾ രണ്ടും കാറിനെ പിടിക്കേ. എനിക്ക് നിങ്ങളെ തല്ലാൻ പറ്റുന്നില്ല. അയ്യോ, വേണ്ട. എന്റെ അമ്മോ, അത് മോട്ടു പത്രമാണല്ലോ ഒച്ച വെക്കുന്നത്. ചിങ്കം സാർ രക്ഷിക്കൂന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം ഇൻസ്പെക്ടർ ചിങ്കം, നീ സ്വയം രക്ഷപ്പെടണമെന്നാണ്. പക്ഷെ ഇവന്മാരെ ശബ്ദം എവിടുന്നായി കേൾക്കുന്നത്? മാത്രമല്ല, ഞാൻ എങ്ങനെ രക്ഷപ്പെടും? എന്റെ അമ്മോ, മര്യാദക്ക് താഴേക്ക് ഇറങ്ങ്, അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ച് ഞാൻ ജയിലിനകത്തിടും. ഇല്ല, എന്റെ അമ്മോ. ഈ ആക്സിഡന്റിന് കാരണക്കാരാ മോട്ടും പത്ലുവാണല്ലേ? അല്ലാതെ വേറെ ആരാണ്? എന്നവന്മാർ എന്റെ ജീവിതത്തിലേക്ക് വന്നു, അന്ന് തൊട്ട് എനിക്ക് ആക്സിഡന്റ് തന്നെ സംഭവിക്കുന്നത്. ആക്സിഡന്റ്, എന്റെ അമ്മോ. ആഹാ, ഈ പുതിയ വാഹനം എവിടുന്ന് വാങ്ങി? ബ്രേക്കും ഇല്ല, ബെല്ലും ഇല്ല. എന്റെ ചേട്ടാ, നല്ല ചൂടുള്ള സമൂസകൾ എടുത്തേ. പിന്നെ എന്നാ വാങ്ങിച്ചോളൂ പൈസ. ആദ്യമേ തന്നെ പൈസ ഒന്നും തരണ്ട, ആദ്യം നിങ്ങൾ കഴിച്ചോ. അതെ ചേട്ടാ, ഞാൻ പിന്നീട് തരാനിരുന്ന ഈ പൈസ ഇപ്പൊ തന്നെ സമയം ലാഭിക്കാമല്ലോ. എന്തോ പ്രശ്നമുണ്ട്. എന്താണ് കാര്യം ഒന്ന് വേഗം പറഞ്ഞേക്ക്. ഈ പൈസ എന്തിനാ തരുന്നത്? പറ, അല്ലെങ്കിൽ ഓട്.
നിങ്ങളെ ഞാനുണ്ടല്ലോ ശരിയാക്കി തരുന്നുണ്ട്. വേണ്ട വേണ്ട വേണ്ട. എന്തിനാ എന്നെ ഇങ്ങനെ തല്ലുന്നത്? ഞാൻ പറയാതിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. സിംഗം സാർ ആ മോട്ടുവിനെ പിടിക്കേ. അവൻ എന്തോ കാര്യം ഒപ്പിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നേ. എന്നോട് നിർബന്ധിച്ച് പൈസ വാങ്ങണമെന്ന് പറയുകയായിരുന്നു. അവന്റെ കയ്യിലുള്ളത് ഇനി വല്ല കള്ളനോട്ടോ മറ്റാണോ? എവിടെ പോയി അവന്മാര്? ആ ഭാഗത്ത്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. പോയി മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ വരൂ, നമുക്ക് മലമുകളിൽ കൂടി ഒന്ന് കറങ്ങിയേച്ചു വരാതെ. പർവ്വതത്തിന് മുകളിലോ? എന്തിന്? മേയർ സാർ ഇന്ന് പർവ്വതത്തിന്റെ മുകളിൽ ഒരു പുതിയ ചുരങ്കം ഉണ്ടാക്കാനുള്ള ഉദ്ഘാടനം നടത്താണ്. പർവ്വതത്തിന്റെ താഴെ പുതിയ ചുരങ്കം ഉണ്ടാക്കി കഴിഞ്ഞാ പിന്നെ പർവ്വതത്തിന്റെ അപ്പുറത്തേക്കുള്ള ഗ്രാമത്തിലേക്ക് നമുക്ക് പോവാനും തിരിച്ചു വരാനും വഴി എളുപ്പമായിരിക്കുന്നേ. ഡോക്ടർ ജഡ്ക പോവാം. അതാ പോകുന്നു മോട്ടും പത്തലും. നമുക്ക് ശബ്ദമുണ്ടാക്കാതെ പുറകിൽ നിന്ന് അവന്മാരെ പിടിക്കാം. നമ്മൾ പുറകിലുണ്ടെന്ന് അവർക്ക് വല്ല സൂചനയും കിട്ടിയാല് അവര് വീണ്ടും മുങ്ങിക്കളയും. പോകാം. ഓക്കേ, ഈ ഓപ്പറേഷൻ നമുക്ക് രണ്ടാൾക്കും സൈലന്റ് ആയിട്ട് തന്നെ നടത്താം. ലെറ്റ്സ് ഗോ. അവിടെ ബോക്സറേട്ടാ, എനിക്ക് ഒച്ചടാൻ തോന്നുന്നു. എനിക്കാണെങ്കിൽ പേടിയായിട്ട് വയ്യ. കൺട്രോൾ ചെയ്യൂ ചിങ്കൻ സാർ, കൺട്രോൾ ചെയ്യൂ. ഒരു പ്രാവശ്യം അവർ നമ്മുടെ കയ്യിൽ അകപ്പെട്ടാൽ നമുക്ക് അവരെ ശരിയാക്കി കൊടുക്കാം. ഓ, ഈ ഡിക്കി എങ്ങനെയാ തുറന്നത്? ഇനി ഈ കാറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ? നാളെ ഇതിന്റെ ബോണറ്റ് ഒന്ന് പൊക്കി എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. അത് പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ ചെയ്യൂ. പിന്നീടല്ല ചെയ്യേണ്ടത്, മനസ്സിലായോ? നാളെ ചെയ്യേണ്ടത് ഇന്നും, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോഴും ചെയ്യണം. ഓ മോട്ടു, നീ എന്തായി കാണിക്കുന്നത്? ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ച് പറഞ്ഞു തരാം ഈ ഡിക്കി എന്തുകൊണ്ട് ഓപ്പൺ ആയത്. മോട്ടു, നീ എന്തായി ചെയ്തത്? എന്റെ അത്തിപ്പോറ അമ്മച്ചിയേ, ആ കാറിന്റെ താക്കോലേക്ക് താ മോട്ടു. കാറ് ഞാൻ സ്റ്റാർട്ട് ആക്കട്ടെ. താ. എന്റെ അത്തിപ്പോറ അമ്മച്ചിയേ. എനിക്ക് തരാൻ പറ്റുന്നില്ലല്ലോ. ഇനി എനിക്ക് ഒച്ച വെക്കാതിരിക്കാൻ പറ്റില്ല, പറ്റില്ലെന്ന്. എന്റെ അമ്മോ, ചാവി മേടിക്ക് വല്യേട്ടാ. എന്നാ പിടിക്ക്. വണ്ടി സ്റ്റാർട്ട് ചെയ്യൂ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ലോ. നിങ്ങൾ ഇത് എവിടെന്നാ വന്നത്? എടോ, താൻ ആദ്യം വണ്ടി പറപ്പിക്കൂ, എന്നിട്ട് ഞാൻ പറയാം. അതെ വല്യേട്ടാ, നിങ്ങൾ കാറ് പറപ്പിക്ക്. ഞാൻ ഈ ബോണറ്റ് തുറന്നൊന്ന് ചെക്ക് ചെയ്യട്ടെ. മോട്ടു ബോണറ്റ് അടച്ചു വെക്ക്. മോട്ടു, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ, അല്ലെങ്കിൽ ജഡ്ക നമ്മളെ വെച്ചേക്കില്ല. മോട്ടു അവിടെ നിൽക്കൂ. വേഗം. മന്ത്രി സാറെ, അങ്ങോട്ട് നോക്കൂ. ആ ഗ്രാമത്തെ ഫുർഫുരി നഗരവുമായി ബന്ധിപ്പിക്കണം. താങ്കൾ ഈ തുരങ്കത്തിന്റെ ഉദ്ഘാടനം ഒന്ന് ചെയ്യൂ. 1 വർഷത്തിനകം ഈ വഴി ശരിയാക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും 1 വർഷം കൂടുതലല്ലേ, പക്ഷെ അതിനേക്കാളും കുറച്ച് ചെയ്യാനും പറ്റില്ല. എന്തായാലും വാ, നമുക്ക് താഴോട്ട് പോവാം. തുരങ്കത്തിന്റെ ഉദ്ഘാടനം ചെയ്യാം. നീ എന്ത് ചെയ്യോ ഇവിടെ? ഒരു പ്രാവശ്യം മന്ത്രി സാറ് ഈ റിബണൊന്ന് മുറിച്ച പിന്നെ ഈ വെടിമരുന്ന് പൊട്ടിച്ച് ഈ തുരങ്കത്തിന്റെ പണിയങ്ങ് തുടങ്ങായിരുന്നു. പിന്നെ നിത്യം കുറേശ്ശെ പൊട്ടിച്ച് ഇങ്ങനെ പണിയങ്ങ് തീർക്കായിരുന്നു. ഇങ്ങനെ എന്നും കുറച്ച് കുറച്ച് പൊട്ടിച്ച് എന്തിനാ ഇങ്ങനെ സമയം പാഴാക്കുന്നേ? എല്ലാ വലിയ വലിയ ആൾക്കാരും സമയം ലാഭിക്കാറില്ല. അല്ല അതെ അതെ ഞാൻ പറയുന്നു. അല്ല ഞാൻ പറയുന്നു. അല്ല ഞാൻ പറയണമെന്നു. അല്ല അത് ചെയ്യല്ലേ. അങ്ങനെ ചെയ്താ മല മുഴുവൻ പൊട്ടിപ്പോവും. അതെ, പർവ്വതം പൊട്ടിയ പിന്നെ ചുരങ്കം ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യമില്ലല്ലോ. എങ്ങനെയുണ്ട്? മനുഷ്യരുടെ സമയം ലാഭിക്കാമല്ലോ. എന്റെ ദൈവമേ, ഇങ്ങേരെന്നായി കാണിച്ചു കൂട്ടണേ. മേയർ സാറും മന്ത്രി സാറും മലയുടെ മുകളിലാണുള്ളത്. ഡോക്ടർ ജഡ്കയും ഗസീട്ടാറാമും മലയുടെ മുകളിലുണ്ട്. എന്നെ ഈ നിലയിലാക്കി അവന്മാരെ എന്റെ കയ്യിൽ കിട്ടിയാല് ഞാൻ അവരെ അടിച്ച് ശരിയാക്കി തരും.
അവന്മാരെ ഞാൻ വെറുതെ വിടില്ല. ഇടിച്ചിടിച്ച് അവന്മാരെ പരിപ്പ് ഇളക്കാൻ ഞാൻ. ഇപ്പൊ കണ്ട മോട്ടു, എന്തൊരു പ്രവൃത്തിയും ലിമിറ്റില്ലാതെ ചെയ്താ അത് നാശത്തിലെ പോയി കലാശിക്കൂ. നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പൊ ചെയ്യണം എന്ന് പറഞ്ഞത് നീ കുറച്ച് കൂടുതൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ സോറി സോറി, തെറ്റ് സംഭവിച്ചു പോയി. ഇനി ഒരിക്കലും ഈ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല. തല്ല് കൊല്ലുവനെ. അടിക്കവനെ. ഒരു പ്രാവശ്യം എനിക്ക് നിങ്ങളെ തല്ലാൻ കിട്ടിയാ മതി, പിന്നെ നിങ്ങൾ ശരിയായി. നമ്മള് തുരങ്കം ഉണ്ടാക്കാനുള്ള പ്ലാൻ ചെയ്തതാ. മോട്ടു ആണെങ്കിൽ വഴിയെ തെളിച്ചു തന്നില്ലേ. ദാ അങ്ങോട്ട് നോക്കൂ. മോട്ടു, നീ ഒരു അത്ഭുതം തന്നെയാണല്ലോ ചെയ്തത്. ഒരു വർഷത്തെ ജോലി ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർത്തില്ലേ. മോട്ടോ, ഞങ്ങൾ വളരെ സന്തോഷനാണ് നിങ്ങളെ കൊണ്ട്. ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്കൊരു സമ്മാനം വാങ്ങിത്തരാം. ഒരു തവണയെങ്കിലും അവന്മാരെ കിട്ടൊന്ന് പൊട്ടിക്കണം. ഈ മനുഷ്യർക്കെല്ലാം എന്തു പറ്റി? ഇവരെന്തിനാ ഇങ്ങനെ കരയണേ? അത് വളരെ വലിയൊരു കഥയാണ് സാറേ, പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞു തരാം. Watch India's largest kids library only on Jio Hotstar. Download the app now.